പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു കല്യാണം, എറണാകുളത്തുള്ള ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നപ്പം പെട്ടെന്ന് അദ്ദേഹം എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണം അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാറ്റി നിർത്തിയിട്ട് കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ കഥ എന്നോട് പറയുകയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് അന്ന് ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു സിനിമ എടുക്കണമെന്ന്, നമുക്ക് ഈ കഥയായാലോ? ഞാൻ പറഞ്ഞു, ഇതിനപ്പുറം ഒരു കഥയില്ല. കാര്യം ഇത് സൗഹൃദത്തിൻ്റെ, ലോകമെമ്പാടും സുഹൃത്തുക്കളുടെയും സൗഹൃദത്തിൻ്റെയും ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു കഥയാണിത്. തീർച്ചയായിട്ടും ഇത് വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്, നമ്മൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു തുടങ്ങി. ഞാൻ ചോദിച്ചാൽ എന്താണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, എൻ്റെ അളിയനുണ്ട്, വിമലയുടെ ബ്രദർ മോഹൻ, അവൻ്റെ അടുത്ത് ഞാൻ വാക്ക് പറഞ്ഞു പോയി. അപ്പോൾ അവനാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു നിർമ്മാതാവെന്ന നിലയിൽ നിനക്കേൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ കഥ പൊളിയും, ഈ സിനിമ പൊളിയും ഇവിടെ വെച്ച് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ അല്ലേ അളിയൻ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടാണ് എം മോഹൻ ഈ കഥ പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ പോയി, മമ്മൂക്കയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഈ കഥ പറയുകയും റെമ്യൂണറേഷൻ ചോദിക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നൊക്കെ. എല്ലാം ഗോൾഡൻ മൊമെൻറ്റ്സാണ്. ജീവിതത്തിലും സിനിമയിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗോൾഡൻ മൊമെൻറ്റ്സാണ്.